നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല മീറ്റിംഗിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇതുവരെയും നമുക്ക് ദൈവികമായ തിരുവചന സത്യങ്ങളെ ദൈവാത്മാവ് കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ലീഡ് ചെയ്യുന്ന പ്രിയ കർത്തദാസിക്കായി സ്തോത്രം. ഇവിടെ ഈ മീറ്റിങ്ങിലൂടെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കഴിഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും വളരെ സന്തോഷകരമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താട്ടെ. എല്ലാവരും ഹാപ്പിയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇച്ഛിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. രണ്ടാമത് നമ്മൾ വായിക്കുന്ന വാക്യം യോഹന്നാൻ 14:26-27. പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അസ്വസ്ഥതയുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും അസ്വസ്ഥതയാണ്. ഒരു സ്വസ്ഥതയുമില്ലാത്ത ഒരു കാലഘട്ടത്തിനകത്ത് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പുസ്തകമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. വളരെ സന്തോഷകരമായി യോഹന്നാൻ തൻ്റെ പ്രാണനാഥനായ യേശുവിൻ്റെ ചേർന്ന് ഹൃദയത്തോട് ഉരുമി തനിക്ക് ലഭിക്കപ്പെട്ടതായ ദൈവിക സാന്നിധ്യവും തനിക്ക് ലഭിക്കപ്പെട്ടതായ ദൈവിക ചൈതന്യവും താൻ സുവിശേഷത്തിൽ എഴുതി വെക്കുകയാണ്. അസ്വസ്ഥത ഉള്ള ഒരു പുസ്തകത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. വേദപുസ്തകത്തിൽ എസ്തേറിന്റെ പുസ്തകം അസ്വസ്ഥതകളുടെ പുസ്തകമാണ്. പലരും അസ്വസ്ഥരാകുന്നു. പക്ഷേ ഒരു എസ്തേർ ദൈവസന്നിധിയിൽ 3 ദിവസം രാജകൊട്ടാരത്തിന്റെ അകത്ത് തൻ്റെ സകലതിനെയും ഒഴിച്ചുകൊണ്ട് 3 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുവാനും 3-ാം ദിവസം താൻ രാജാവിൻ്റെ അടുക്കലേക്ക് പോകുകയും രാജാവിൽ നിന്നും പൊൻചെങ്കോൽ തൻ്റെ അടുക്കലേക്ക് നീട്ടുന്നു. മരണമാണ് തൻ്റെ മുൻപിലായിരുന്നു. താൻ അസ്വസ്ഥതനായിരുന്നുവെങ്കിലും എസ്തേർ രാജ്ഞിയുടെ മുമ്പിലേക്ക് രാജചെങ്കോൽ നീട്ടിയതുപോലെ ഈ അസ്വസ്ഥതയുള്ള ലോകത്ത്, ഈ അസ്വസ്ഥതയുള്ള ജീവിതത്തിൽ, ഈ അസ്വസ്ഥതയുള്ള കാലഘട്ടത്തിൽ രാജാവിനോട് ചേർന്ന് നിൽക്കുവാൻ എത്ര പേർക്ക് തയ്യാറാകുന്നു? അവിടെ ജീവിതത്തിലേക്ക് ദൈവികമായ പൊൻചെങ്കോൽ നീട്ടുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിന് നേരെ രാജാവിൻ്റെ പൊൻചെങ്കോൽ, രാജാവിൻ്റെ പൊൻചെങ്കോൽ, ഈ ലോകത്തെ ഭരിക്കുന്നതായ, ഈ ലോകത്തിൻ്റെ സാമ്രാജ്യ ശക്തിയായിരിക്കുന്ന ചക്രവർത്തിയുടെ ചെങ്കോൽ നീട്ടും മുമ്പേ ദൈവത്തിൻ്റെ അനുകൂലമായി ചെങ്കോൽ എൻ്റെ നേരെ നീട്ടിയാൽ ഈ ലോകത്തിൻ്റെതായ ഒരുവിധമായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എനിക്ക് വിഷയമല്ല. ഈ ലോകം എന്നെ അസ്വസ്ഥപ്പെടുത്തുവാൻ ശ്രമിച്ചാലും അതിനെ അതിജീവിക്കുവാനുള്ള കരുത്തും കൃപയും ദൈവം എനിക്ക് തരുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈ രാത്രികാലം ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് ഇറങ്ങിപ്പോകുവാൻ പോകുകയാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ അവസാനത്തെ യാത്രയ്ക്ക് വേണ്ടി കാൽവരി മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാരെ ഉറപ്പിക്കുകയാണ്. എൻ്റെ പൊന്നു ശിഷ്യന്മാരെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ ശിഷ്യന്മാരെ, നിങ്ങൾ ഒരു അസ്വസ്ഥതയുള്ള ലോകത്തിലേക്ക്, നിങ്ങൾ പ്രതിസന്ധിയുള്ള ഒരു ലോകത്തിലേക്ക്, നിങ്ങൾ പ്രതികൂലമുള്ള ഒരു ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു. പക്ഷേ ഒരു കാര്യം എൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന നിങ്ങളെ എനിക്ക് ഓർമ്മപ്പെടുത്തുവാൻ കഴിയുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അതേ പദം തന്നെ ആവർത്തിക്കുന്നു. അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെ അല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഈ ലോകത്തിനകത്ത് എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കലങ്ങിപ്പോകാതെ ട്രബിൾഡ് ആയിട്ടുള്ളതായ പ്രശ്നങ്ങളുള്ളതായ ഒരു ലോകത്തിനകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രിയ യോഹന്നാൻ, കർത്താവായ യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ,
ട്രബിൾഡ് എന്നുള്ളതായൊരു വിഷയം, അല്ലെങ്കിൽ കലങ്ങരുത് എന്നുള്ളതായൊരു വിഷയത്തെക്കുറിച്ച് സവിസ്തരം ചില മേഖലകളിലേക്ക് നമുക്ക് കടന്നു വരുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പദം കലങ്ങരുത് എന്നുള്ളതാണ്. ട്രബിൾഡ് ആയിട്ടുള്ള ഒരു വിഷയത്തെ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഏത് മേഖലയിൽ പ്രശ്നമുണ്ടായാലും, ഏത് മേഖലയ്ക്കകത്ത് ട്രബിൾഡ് ആയാലും, ആ വിഷയത്തെ, ആ ഒരു പദത്തെയാണ് ഇന്നത്തെ സായാഹ്നത്തിൽ നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ അതിന് പ്രാരംഭമായി നമുക്ക് കൊടുത്തിരിക്കുന്ന ഒരു സംഭവം, നമുക്ക് നേരെ ബെഥസ്ദ കുളക്കടവിലേക്ക് പോകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിനകത്താണ് ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദ ട്രബിൾഡ് പൂൾ ആൻഡ് ജീസസ് ഹീൽസ് എ മാൻ ഓൺ ദ സബത്ത്. ട്രബിൾഡ് ആയിട്ടുള്ളതായ, ഇളക്കുന്നതായ, കലങ്ങുന്നതായ ഒരു കുളത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. മറ്റൊരു KJVയിൽ ട്രബിൾഡ് എന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ മറ്റൊരു ട്രാൻസ്ലേഷനിൽ സ്റ്റിർഡ് അറ്റ് ദ വാട്ടർ എന്നാണ്, ഇളക്കുക എന്നാണ്. ഈ പ്രൈസ് ദി ലോർഡ്, ഈ ദേശത്തെ ഓർത്ത് എന്തെങ്കിലും പറയുന്നുണ്ടോ? ആമേൻ പറഞ്ഞാ പാസ്റ്റർ. എന്താ? ആമേൻ പറഞ്ഞതാ. ഓക്കേ, പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഈ പ്ലേസിന് പ്രത്യേകമായ ഇതുണ്ട്. ഈ ബെഥസ്ദയുടെ പേര് തന്നെ ഹൗസ് ഓഫ് മേഴ്സി എന്നാണ്, കരുണയുടെ ഭവനമെന്നാണ്. ഇത് എ പബ്ലിക് ഇൻഫർമറി ആണ്. ആതുരരായിരിക്കുന്ന, ദുർബലരായിരിക്കുന്ന, ബലഹീനരായിരിക്കുന്ന രോഗികൾക്കെല്ലാം, അശരണർക്ക് ആശ്രയമുള്ളതായ, അശരണായിട്ടുള്ളവർക്ക് സംരക്ഷണമുള്ളതായ ഒരു ഭാഗമാണ് ഈ ബെഥസ്ദ കുളത്തിന്റെ കടവെന്ന് പറയുന്നത്. അവിടെ 5 മണ്ഡപമുണ്ട്. ഈ 5 മണ്ഡപത്തിനകത്തും നിരവധി രോഗികൾ അവിടെ വന്ന് പാർക്കാറുണ്ട്, അവിടെ വന്ന് പാർത്ത് മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ അവിടെ അനേകം പേർക്ക് ആശ്വാസമുണ്ടായിരുന്നു, അനേകം പേർക്ക് പ്രത്യാശയുണ്ടായിരുന്നു, അനേകം പേർക്ക് വിടുതൽ ലഭിച്ചു, അനേകം സാക്ഷ്യങ്ങൾ അവിടെ ലഭിക്കപ്പെടുവാനിടയായി തീർന്നു. എന്നാലോ നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 38 വർഷക്കാലമായി താൻ ആശ്വാസത്തിന്റെ ഭവനത്തിലാണ്, താൻ ആശ്വാസം പ്രാപിക്കുന്ന മേഖലയ്ക്കകത്താണ്. എല്ലാ ഇതിലും അതാത് സീസൺ എന്ന് ഒരു ട്രാൻസ്ലേഷൻ പറയുമ്പോൾ സെർട്ടൻ ടൈം എന്ന് ചില ട്രാൻസ്ലേഷൻ പറയുന്നു. അതാത് സമയത്ത്, അതാത് സീസണിൽ പലർക്കും പലവിധമായ സാക്ഷ്യം ലഭിച്ചിട്ടും ഒരുവൻ ഇതുവരെ ഒരു സാക്ഷ്യവും ലഭിക്കാതെ താൻ ആ കുളക്കടവിൽ തന്നെ ആയിരിക്കുകയാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ ഈ രാത്രിയിൽ കഴിയും. നമ്മുടെ ജീവിതത്തിനകത്തുള്ള എല്ലാ കാര്യാദികളെയും, നമ്മുടെ ഹൃദയത്തിലെ അന്തരിന്ദ്രിയങ്ങളെയും ഒരുപോലെ അറിയുന്ന ഒരു കർത്താവ് ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നതിനാൽ നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്, എന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്, എന്നോടൊപ്പം ആയിരിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം നമ്മുടെ കർത്താവിന് ഡിവൈൻ നോളജ് ഉണ്ട്, നമ്മുടെ കർത്താവിന് ഡിവൈൻ അതോറിറ്റി ഉണ്ട്, നമ്മുടെ കർത്താവിന് ഡിവൈൻ മേഴ്സി ഉണ്ട്, നമ്മുടെ കർത്താവിൽ ഡിവൈൻ ഹോപ്പ് ഉണ്ട്. ഇന്ന് രാത്രികാലം എത്ര പേരുടെ ജീവിതത്തിനകത്ത് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നു. നാളുകളായി എൻ്റെ മുഖത്തൊരു പ്രകാശം ഉണ്ടാകുന്നില്ല, എൻ്റെ മുഖത്തൊന്ന് പ്രകാശിക്കുവാൻ കഴിയുന്നില്ല, ദൈവതേജസ്സിന്റെ പ്രകാശം എനിക്ക് ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ജീസസുമായി ഒരു എൻകൗണ്ടർ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ കഴിയുമെങ്കിൽ, ജീസസ് ക്രിയേറ്ററാണ്, അവൻ സൃഷ്ടിക്കുന്ന ദൈവമാണ്. ഇതാ ആ കുളക്കടവിൽ ഒരു സീസണ് മാത്രം വിടുതലുണ്ട്. ആ കുളക്കടവിൽ അതാത് സമയത്തിന് മാത്രം വിടുതലുണ്ട്. ആ കുളക്കടവിൽ സീസൺ കാത്ത് നിരവധികൾ കിടക്കുമ്പോൾ ഒരുവനുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത് ജീസസ് ക്രൈസ്റ്റുമായിട്ടാണ്. ഇന്ന് രാത്രികാലം ഒരു സീസണിന് വേണ്ടി കാത്തിരിക്കണ്ട, ഇന്ന് രാത്രികാലം ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കണ്ട. ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്നും പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ, ഭാരത്തിന്റെ നടുവിൽ നമുക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, ജീസസുമായി എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടാകണം,
ജീസസ് എന്നെ ഒന്ന് കാണണം. ജീസസ് എന്നെ ഒന്ന് കണ്ടാൽ, ജീസസ് എൻ്റെ ജീവിതത്തെ ഒന്ന് കണ്ടാൽ, എൻ്റെ ജീവിതത്തിനകത്തുള്ള എല്ലാ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ വരെയുമുള്ള ഒരു ആലോചനയുമായിട്ടാണ്, ഒരു പർപ്പസുമായിട്ടാണ്, ഒരു പ്ലാനുമായിട്ടാണ് എൻ്റെ യേശു എന്നെ തൊടുന്നത്. ഇന്ന് രാത്രികാലം ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കരങ്ങളെ ജീസസ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏത് ട്രബിളിനകത്തായിരുന്നാലും, നിങ്ങൾ ഏത് പ്രശ്നത്തിന്റെ നടുവിലായാലും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ ഇഴുകി ചേർന്നുകൊണ്ട് ജീസസ് ആരാണെന്ന്, ജീസസിന്റെ വ്യക്തിത്വം എന്താണെന്ന്, ജീസസിന്റെ ജീവിതം എന്താണെന്ന്, ജീസസിന്റെ മരണം എന്താണെന്ന്, ജീസസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്താണെന്ന്, ജീസസ് പിതാവിന്റെ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നു എന്നും, ജീസസിന് എന്ത് അതോറിറ്റി ഉണ്ടെന്നും, എത്ര പേർക്ക് വിശ്വാസമുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്. അവിടെ ജീവിതത്തിനകത്തേക്ക് ജീസസ് ഇന്നും മിറക്കിൾ പ്രവർത്തിക്കുവാനും, ഇന്നും അത്ഭുതം പ്രവർത്തിക്കുവാൻ, ഇന്നും വീര്യ പ്രവർത്തികൾ പ്രവർത്തിക്കുവാൻ, ഇന്നും പരിശുദ്ധാത്മാവിന്റെ. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, യേശു ദൈവത്തിന്റെ ഭാഗത്തു നിന്നും ആശ്വാസത്തിന്റെ കാലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വരുവാൻ പോകുകയാണ്. ഒരു യഥാസ്ഥാനത്താകുന്നത് വരെയും പരിശുദ്ധാത്മാവിന്റെ കാലം ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനമല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രൊട്ടക്ഷൻ അല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ ഈ കാലഘട്ടത്തിൽ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭാഗത്ത് പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭാഗം പാപത്തിന്റെ നിറവിനകത്തായിരിക്കുമ്പോൾ, പാപം പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിശുദ്ധരായി ദൈവത്തിന്റെ സ്ഥാനത്തിൽ വേർപെട്ട് ജീവിക്കുന്ന ദൈവജനമേ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിട്ടുള്ള മൂവ്മെന്റ് ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഏത് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ 14:16, യോഹന്നാൻ 15:26, യോഹന്നാൻ 16:10 മുതൽ 13 വരെ പരിശുദ്ധാത്മാവിന്റെ ഒരു എൻകൗണ്ടർ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രി ചിലരെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ നിറയ്ക്കുവാൻ കഴിയുന്നു. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ കുളക്കടവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതായ ചില ചിത്രീകരണങ്ങൾ നമുക്ക് നോക്കാം. 5-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് അതത് സമയത്തൊരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. ശ്രദ്ധിക്കൂ പ്രിയ ദൈവമക്കളെ, ആ കുളം കലങ്ങുന്നതിന് മുമ്പേ ഇറങ്ങുന്നവന് സൗഖ്യമില്ല. ആ കുളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങിയവന് മാത്രമാണ് സൗഖ്യം. ആ കുളം കലങ്ങിയതിന് ശേഷം രണ്ടാമത് ഇറങ്ങുന്നവന് സൗഖ്യമില്ല. ഇന്ന് ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, കുളം കലങ്ങുന്നതിന് മുമ്പേ ഇറങ്ങുന്നവന് സൗഖ്യമില്ല. കുളം കലങ്ങിയതിന് ശേഷം ആദ്യം ഇറങ്ങുന്നവന് മാത്രമാണ് സൗഖ്യം. ആ രണ്ടാമത് ഇറങ്ങുന്നവന് സൗഖ്യമില്ല. പക്ഷേ ഇവിടെ ഒരുവൻ വന്നിട്ടുണ്ട്. അവൻ രക്ഷകനായ കർത്താവ് ആ കുളം സന്ദർശിച്ചിരിക്കുകയാണ്. ആ കർത്താവിന്റെ പ്രത്യേകത, സീസണോ സമയമോ നോക്കണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുന്നതായ കർത്താവാണ്. എൻ്റെ ജീവിതത്തെ നോക്കി ആ ശതാധിപൻ പറയുകയാണ്, കർത്താവേ, നീ ഒരു വാക്കെൻ്റെ ജീവിതത്തിനകത്ത് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകുന്നു. വാക്കിൽ പവറുള്ളതായ കർത്താവ്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു ദൂത് പറയാം. ചില കുടുംബങ്ങളെ നോക്കി, ചില വ്യക്തികളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നൊരു വാക്കു ചരിക്കുവാൻ പോവുകയാണ്. ശബരഹസ്യാലിയാരിയ ചിലരുടെ ജീവിതത്തെ നോക്കി പരിശുദ്ധാത്മാവ് ഒരു വാക്കു പറയുവാൻ പോവുകയാണ്. യേശു കർത്താവ് ഒരു വാക്കു പറയുവാൻ പോവുകയാണ്. വാക്ക് എന്താണെന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു ദൂത് അങ്ങോട്ട് പറയുന്നു, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവനൊരുപാട് സങ്കടങ്ങളുണ്ട്, അവനൊരുപാട് വേദനയുണ്ട്. കർത്താവെ, 38 വർഷക്കാലമായി ഞാൻ ഈ കുളക്കടവിലാണ്. 38 വർഷക്കാലമായിട്ട് എൻ്റെ ജീവിതത്തിനകത്ത് ആരും എന്നെ സഹായിക്കുവാനില്ല, ആരും എൻ്റെ വേദന കാണുവാനില്ല, എൻ്റെ റിലേഷൻസ് ഇല്ല, എൻ്റെ ബന്ധുക്കളില്ല, എന്നോടൊപ്പം ആരുമില്ല. പക്ഷേ ഞാൻ സൗഖ്യമാകുവാൻ ആഗ്രഹിച്ച് എങ്ങനെയെങ്കിലും ആ കുളക്കടവിൽ പോകുമ്പോൾ എന്നെ പിടിച്ചു മാറ്റിയിട്ടു മറ്റൊരുവൻ എനിക്ക് മുൻപായിട്ട് ഇറങ്ങുകയാണ്. എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് പരിഭവമുണ്ട്, എനിക്ക് ആരുമില്ല. പക്ഷെ ഇന്ന് രാത്രികാലം കർത്താവ് പറയുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? കർത്താവ് പറയുന്നത്, സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രികാലം ചില
വിടുതലുകൾ, ചില ഹീലിംഗ് പവർ, ചില രോഗശക്തികളുടെ മേൽ കർത്താവ് പറയുകയാണ്. ആണിപ്പാടുള്ള കരം കർത്താവ് ചിലരെ നീട്ടുകയാണ്. ചില ഹീലിംഗ് പവർ വെളിപ്പെട്ട് വരികയാണ്. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ഒരുപാട് വേദനയുണ്ട്, ഒരുപാട് പരിഭവമുണ്ട്. 38 വർഷക്കാലമായി അവൻ ആ കുളക്കടവിൽ ഭാരത്തോടെ ആയിരിക്കുകയാണ്. കർത്താവിനോട് പറയുകയാണ്. കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് അവനെ അറിഞ്ഞു. കർത്താവ് അവനെ അറിഞ്ഞവന്റെ സങ്കടങ്ങൾക്ക് മുമ്പേ യേശു അവനെ അറിഞ്ഞു. 38 വർഷക്കാലമായി കർത്താവ് ഡിവൈൻ നോളജ് ഉള്ള കർത്താവാണ്. അത് നമുക്ക് കാണുവാൻ കഴിയുന്നു. യോഹന്നാൻ 1:48 നഥനയിൽ വരുമ്പോൾ കർത്താവ് പറയാണ്, നഥനയിലേ, ഞാൻ നിന്നെ അറിഞ്ഞു. നീ ആത്തിയുടെ കീഴിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്. എന്ന് ചിലരെ അറിയുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിനകത്തുള്ള കഴിഞ്ഞ പാസ്റ്റൻസ് അറിയുന്ന ദൈവം, ഈ പ്രസന്റ് സിറ്റുവേഷൻ അറിയുന്നതായ ദൈവം, എന്റെ ഫ്യൂച്ചറിനെ ദൈവത്തിന്റെ കരത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? അവരെ ദൈവാത്മാവെന്ന് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. കർത്താവ് പറയുകയാണ്, നിനക്ക് നടക്കാൻ കഴിയുന്നില്ല. കർത്താവ് പറയുകയാണ്, നിനക്ക് ഓടുവാൻ കഴിയുന്നില്ല. കർത്താവ് പറയുകയാണ്, നിനക്കൊരു പ്രതീക്ഷയില്ല. കർത്താവ് പറയുകയാണ്, നിന്റെ പ്രതീക്ഷകളൊക്കെയും അസ്തമിച്ചിരിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, നിനക്ക് ഇനി ഒരു ചുവട് വെക്കാൻ കഴിയത്തില്ല എന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്. ചിലരെ കർത്താവ് പുറപ്പെടുവിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. കരുണയുടെ ഭവനത്തിനകത്ത് കരുണ ലഭിക്കാതെ, കരുണയുടെ ഭവനത്തിനകത്ത് കരുണ ലഭിക്കാതെ, വിടുതലിന്റെ ദേശത്ത് വിടുതൽ ലഭിക്കാതെ, വിടുതലിന്റെ കുളക്കടവിൽ വിടുതൽ ലഭിക്കാതെ, ഭാരത്തോടെ ഞാൻ വിടുതലിന്റെ അടുക്കലാണല്ലോ കിടക്കുന്നത്, ഞാൻ ആശ്വാസത്തിന്റെ അടുക്കലാണല്ലോ കിടക്കുന്നത്, ഞാൻ കരുണയുടെ ഭവനത്തിനകത്താണല്ലോ കിടക്കുന്നത്, പക്ഷേ എനിക്ക് കരുണ ലഭിക്കുന്നില്ലോ എന്ന് ഭാരപ്പെടുന്ന ദൈവ പൈതലേ, കരുണ തരുവാൻ ഡിവൈൻ മേഴ്സി ഉള്ളവൻ, ഡിവൈൻ അതോറിറ്റി ഉള്ളവൻ, ഡിവൈൻ നോളജ് ഉള്ളവൻ, ഡിവൈൻ മേഴ്സി ഉള്ളവൻ, ഡിവൈൻ ഹോപ്പ് പകരുന്ന കർത്താവ് ഇന്ന് രാത്രികാലം ചിലരെ സന്ദർശിക്കുകയാണ്. എത്ര പേർക്ക് എന്നോടുകൂടെ പറയുവാൻ കഴിയും? അതെ, എന്റെ കർത്താവിന് ഒരു ഡിവൈൻ നോളജ് ഉണ്ട്, എന്റെ കർത്താവിന് ഡിവൈൻ അതോറിറ്റി ഉണ്ട്, എന്റെ കർത്താവിനെ ഡിവൈൻ ഹീലിംഗിലേക്ക് നടത്തും, എന്റെ കർത്താവ് ഡിവൈൻ പവറിലേക്ക് എന്നെ നടത്തും. ഇന്ന് രാത്രികാലം ചിലരെ ഡിവൈൻ പവറിലേക്ക്, ദൈവികമായ അതോറിറ്റിയിലേക്ക്, ഈ ലോകത്തിലെ വൈദ്യശാസ്ത്രത്തിന്റെ പവർ അല്ല, ഈ ലോകത്തിന്റെ വൈദ്യശാസ്ത്രത്തിന്റെ ശക്തിയല്ല, മെഡിസിന്റെ ശക്തിയല്ല, മെഡിസിന്റെ പവർ അല്ല, അതൊക്കെയും പരിമിതി കൊടുക്കുമ്പോൾ പരിമിതിക്കപ്പുറം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ. 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെയുണ്ട്. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. കർത്താവെന്ന് കാണുമ്പോൾ തന്നെ, കർത്താവെന്ന് നമ്മെ കാണുമ്പോൾ തന്നെ 38 വർഷക്കാലമായി ഈ മനുഷ്യൻ അനുഭവിക്കുന്ന വ്യത, 38 വർഷക്കാലമായി മനുഷ്യൻ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ, 38 വർഷക്കാലമായി ഈ മനുഷ്യൻ അനുഭവിച്ചതായ റിജക്ഷൻ, 38 വർഷക്കാലമായി മനുഷ്യനെ തള്ളിക്കളഞ്ഞത് കർത്താവ് അറിയുകയാണ്. ഇന്ന് രാത്രികാലം ദൈവ പൈതലെ, 38 വർഷക്കാലം എത്രയോ നാളുകളായിട്ട് ഈ മനുഷ്യനൊന്ന് സൗഖ്യം പ്രാപിക്കുവാൻ അവൻ അടുത്തു പോകുമ്പോൾ അവനെ തള്ളിക്കളഞ്ഞവർ എത്ര പേര്, അവൻ അടുത്തു പോകുമ്പോൾ അവനെ മാറ്റി നിർത്തിയവർ എത്ര പേർ, അവൻ അടുത്തു പോകുമ്പോൾ അവനെ പുറത്താക്കിയവർ എത്ര പേർ, അവൻ അടുത്തു പോകുമ്പോൾ അവനെ പിടിച്ചു മാറ്റിയിട്ട് എത്രയോ പേർ കുളക്കടവിൽ ചാടി അവന് എത്രയോ സാക്ഷ്യം പറയുവാൻ കഴിയും. പക്ഷേ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു നിമിഷം കൊണ്ട് അവനെ ഒന്ന് കണ്ടപ്പോൾ തന്നെ 38 വർഷക്കാലത്തിന്റെ ഹിസ്റ്ററി എന്റെ കർത്താവിന്റെ മുമ്പിൽ തെളിയുകയാണ്. 38 വർഷത്തിന്റെ ഹിസ്റ്ററി എന്റെ കർത്താവിന്റെ മുമ്പിൽ, ഹല്ലേലൂയ, ചരിത്രമായി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എത്രയാണ്ടായാലും, 50 വർഷമായാലും, 30 വർഷമായാലും, 38 വർഷമായാലും, 12 വർഷമായാലും, 18 വർഷമായാലും എന്റെ കർത്താവിന്റെ അടുത്തൊരു ഹിസ്റ്ററി പറയേണ്ട. കർത്താവ് ഹിസ്റ്ററി ഒരുക്കുന്നവനാണ്. കഴിഞ്ഞ കാര്യത്തെ ഹിസ്റ്ററി മാറ്റി ഒരു പുതു ചരിത്രം എഴുതുവാനാണ് കർത്താവ് പറഞ്ഞത്. എന്റെ പൊന്നുമോനെ, എന്റെ ഹല്ലേലൂയ, കുളക്കടവിൽ കിടക്കുന്ന 38 വർഷക്കാലമായി പക്ഷവാതം പിടിച്ച എന്റെ പൊന്നുമോനെ, നിന്റെ ജീവിതത്തിന്റെ പഴയ ഹിസ്റ്ററി അല്ല ഞാൻ ആഗ്രഹിക്കുന്ന, നിനക്കൊരു ചരിത്രം എഴുതി തരുവാനാണ്. ഇതുവരെയും പ്രാപിക്കാത്തതായൊരു വിടുതൽ ഈ കുളക്കടവിൽ ഇന്ന് രാത്രി സംഭവിക്കുവാൻ പോവുകയാണ്. നീ പഴയ ഹിസ്റ്ററി നോക്കണ്ട,
സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്ന നിറഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. അവൻ പറഞ്ഞു, ഹല്ലേലൂയ, എനിക്ക് മനസ്സുണ്ട് എന്ന് അവനോട് പറഞ്ഞു. രോഗി അവൻ, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ എനിക്ക് ആരുമില്ലായിരുന്നു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക. ഇതാ കലങ്ങി മറിഞ്ഞതായൊരു ഹൃദയം, കലങ്ങി മറിഞ്ഞതായൊരു ഹൃദയം, ഇതാ വിടുതലുള്ളതായൊരു സ്ഥാനത്തിനകത്ത് കിടക്കുന്ന മനുഷ്യനെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. കർത്താവ് പിന്നെയും അവനൊരു ഡിവൈൻ ഹോപ്പ് കൂടെ കൊടുക്കുകയാണ്. 5:14 നമ്മൾ വായിക്കുമ്പോൾ, അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായൊരു അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, ഒരു ഡിവൈൻ ഹീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ, ഒരു ഡിവൈൻ ഹല്ലേലൂയ അതോറിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ, ഒരു ഡിവൈൻ ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ, ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ബന്ധാവിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ കഴിയുന്നു. പലരുടെ ജീവിതത്തിനകത്ത് പ്രോമിസ് ലഭിക്കുന്നു, പലരുടെ ജീവിതത്തിനകത്ത് വാഗ്ദത്തം ലഭിക്കുന്നു, പലരുടെ ജീവിതത്തിനകത്ത് എൻകൗണ്ടർ ലഭിക്കുന്നു. പക്ഷേ അവിടെ ലൈഫ് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ആ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ട്, വിശുദ്ധിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഇരുന്നുകൊണ്ട്, ആ ഡിവൈൻ ഹീലിംഗിലോ ഡിവൈൻ പവറിലോ ആ ഡിവൈൻ ചൈതന്യത്തിലേക്കോ മുന്നോട്ട് പോകുവാൻ കഴിയാതെ പലരും മാറിപ്പോകുമ്പോൾ, ഇന്ന് പകൽക്കാലം നമുക്കൊരു ലൈഫ് ഉണ്ട്, ഒരു ഡിവൈൻ ഗൈഡ് ഉണ്ട്, ഒരു ഡിവൈൻ ഹല്ലേലൂയ ടീച്ചിങ് ഉണ്ട്, ഒരു ഡിവൈൻ ഡോക്ട്രീൻ ഉണ്ട്, ഒരു ഡിവൈൻ വേർഡ് ഉണ്ട്. ഈ നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ബെഥസ്ദയിലെ കുളക്കടവിലെ മനുഷ്യനോട് പറഞ്ഞു, മോനെ, നിനക്കൊരു ചരിത്രം ഇനിയുണ്ട്, നിനക്കിനി ശേഷിച്ചൊരു ലൈഫ് ഉണ്ട്. നിനക്കിനി ഒരു ലൈഫ് ഉള്ളത് എന്താണെന്ന് അറിയാമോ? നിനക്കിനി ഒരു വിശുദ്ധ ജീവിതമുണ്ട്. അതുകൊണ്ട് ഇതുവരെയും കുളക്കടവിൽ കിടന്നവർ, പ്രിയപ്പെട്ടവരെ, സൗഖ്യം പ്രാപിച്ച് പോയവർക്കാർക്കും ഇതുപോലൊരു ഡിവൈൻ ഡോക്ട്രിൻ ലഭിച്ചിട്ടില്ല, ഒരു ഡിവൈൻ അഡ്വൈസ് ലഭിച്ചിട്ടില്ല, ആർക്കും ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതാ കുളക്കടവിൽ കിടക്കുന്ന ആ പക്ഷപാതക്കാരനോട് പറയണം, നിനക്കിനി ഒരു ഡിവൈൻ ലൈഫ് കൂടെയുണ്ട്. ജീസസ്, യേശു വിടുവിച്ചതിന്റെ, യേശു കുളക്കടവിലെ ദൂതനിറങ്ങി സൗഖ്യം പ്രാപിച്ചവർ ആരുടെയും ചരിത്രം നമുക്ക് കാണാതിരിക്കുമ്പോൾ, യേശു സൗഖ്യമാക്കിയവന്റെ ചരിത്രം, പൊതുചരിത്രം ഇന്നും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും നമ്മൾ ഓർമ്മിക്കുന്നത് ആ പ്രിയപ്പെട്ടവന്റെ ജീവിതം ഒരു ഡിവൈൻ ലൈഫിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് രാത്രികാലം ചിലരുടെ ജീവിതത്തെ കർത്താവ് ഒരു ഡിവൈൻ ലൈഫിലേക്ക്, ഒരു ഡിവൈൻ എൻകൗണ്ടറിലേക്ക് നീക്കുവാൻ വേണ്ടി വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും ദൈവമേ, എന്റെ വിഷയത്തിനൊരു മറുപടി ലഭിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് രാത്രി പറയുകയാണ്, നിങ്ങൾക്കൊരു ഡിവൈൻ ലൈഫ് ദൈവം ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കൊരു ഡിവൈൻ ഹീലിംഗ് ദൈവം ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കൊരു ഡിവൈൻ ക്യാരക്ടർ ദൈവം ആഗ്രഹിക്കുന്നു. അതിലേക്ക് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് കൈപിടിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് രണ്ടാമതായി കാണുവാൻ കഴിയുന്നത്, ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ദ ട്രബിൾഡ് പൂൾ ആൻഡ് ജീസസ് ഹീൽസ് എ മാൻ ഓൺ ദ സബത്ത്. ആ വെള്ളമിളക്കി കലങ്ങിക്കിടക്കുന്നതായ ആ കുളത്തിന്റെ കടവിൽ, കരുണയുടെ ഭവനമാണെങ്കിലും, അനേകം പേർക്ക് ആശ്വാസമുള്ള ഭവനമാണെങ്കിലും, സൗഖ്യമാക്കുവാൻ കഴിയുന്ന ദേശമാണെങ്കിലും, ആ കുളക്കടവിൽ ഇതാ 38 വർഷക്കാലമായി സൗഖ്യം ലഭിക്കാത്തതായ വ്യക്തിയെ സൗഖ്യമാക്കിയതുപോലെ ഈ ദൂതിന്റെ മുമ്പിൽ ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ചില ആണ്ടുകളായി ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ എനിക്കൊരു മറുപടി ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, തലമുറയെ ഓർത്ത് കരയുന്ന ചിലരുടെ ജീവിതത്തെ നോക്കി ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തലമുറയായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ കരം സ്പർശിക്കുവാൻ പോവുകയാണ്. തലമുറയായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോവുകയാണ്. ചിലരുടെ ജീവിതത്തിനകത്ത് ആഗ്രഹിക്കുന്നതായൊരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രികാലം കർത്താവ് ചിലരെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട, നിങ്ങളുടെ ഹൃദയം ഭ്രമിക്കുകയും വേണ്ട, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. രണ്ടാമത് യോഹന്നാൻ പറയുന്നത് ട്രബിൾഡ് സ്പിരിറ്റ് എന്നാണ്. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് ചില സ്ഥാനങ്ങളിൽ ട്രബിൾ ആയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് വളരെ വേദനയോടെ കരഞ്ഞതായ മറ്റൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഇതാ ആത്മാവിൽ ദുഃഖിതനാകുകയാണ്. 11-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം,
അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി അവനെ വച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവെ, വന്ന് കാണുക എന്ന് അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടു അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ചിലരോ കുരുടന്റെ കണ്ണു തുറന്ന് ഇവനെയും മരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു, ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങിയല്ലോ, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശുവോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി കർത്താവ് ആത്മാവിൽ ഹല്ലേലൂയ ട്രബിളാകുകയാണ്. ചില സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മുടെ കർത്താവിൻ്റെ മനസ്സിനെ അലട്ടുന്ന, നമ്മുടെ കർത്താവിൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന, നമ്മുടെ കർത്താവിൻ്റെ ആത്മാവിനെ സ്വാധീനിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പ്രവൃത്തി വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവെ, യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യത്തിൽ, കർത്താവെ, യാതൊരു പ്രത്യാശയുമില്ലാത്തതായ സാഹചര്യത്തിനകത്ത് മരിച്ച് നാറ്റം വെച്ചതായി 4 ദിവസമായി. ഇതാ ദീനം വന്നപ്പോൾ യേശു വന്നില്ല. ഇതാ രോഗം മൂർച്ഛിച്ചപ്പോൾ യേശു വന്നില്ല. മരിച്ചപ്പോൾ യേശു വന്നില്ല. 1-ാം ദിവസം യേശു വന്നില്ല. 2-ാം ദിവസം യേശു വന്നില്ല. 3-ാം ദിവസം യേശു വന്നില്ല. 4-ാം ദിവസമായപ്പോൾ ഇതാ ഈ യഹൂദ കോണ്ടക്സിന്റെ പാരമ്പര്യങ്ങളെ ഇളക്കിക്കളഞ്ഞുകൊണ്ട്, പാരമ്പര്യങ്ങളെ തകർത്തു കളഞ്ഞുകൊണ്ട് നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് ആ കല്ലറയ്ക്കലേക്ക് വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ ബഥാനിയയിലേക്ക് നമ്മുടെ കർത്താവ് വരുവാനിടയായി തീർന്നു. ആ ബഥാനിയേലിന്റെ കർത്താവ് ഹല്ലേലൂയ സൗഖ്യമാക്കുവാനിടയായി, ഉയർത്തി നിൽപ്പിക്കുവാനിടയായി തീർന്നു. ഇന്ന് കല്ലറയ്ക്കകത്ത് വച്ചതുപോലെ, കല്ല് ഉരുട്ടി വച്ചതുപോലെ ഹൃദയഭാരത്തോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളായി ഈ സഹോദരിമാരുടെ ഹൃദയം നുറുങ്ങി അവർ കരയുകയാണ്. എത്രയോ നാളുകളായി കണ്ണുനീര് തോരത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നാളുകളായി അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ എൻ്റെ കർത്താവ് വരികയാണ്. ഗുരു ബഥാനിയയിലേക്ക് വരികയാണ്. ഇന്ന് രാത്രികാലം എൻ്റെ ഭവനത്തിൽ എൻ്റെ യേശു വന്ന് വരണമെന്ന്, എൻ്റെ ഭവനത്തിനകത്ത് എൻ്റെ യേശു വന്ന് കടന്നു വരണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി യേശു വരുവാൻ പോവുകയാണ്. ഒരു ദൂത് ദൈവാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടും ഞാൻ ഇന്ന് വരുമെന്ന് ചിന്തിച്ചു, ഗുരു വന്നിട്ടില്ല. ഇന്ന് വരുമെന്ന് ചിന്തിച്ചു, ഗുരു വന്നില്ല. എത്രയോ നാളുകളാ ഞാൻ പ്രതീക്ഷിച്ചിട്ടും വരാതിരുന്ന കർത്താവ് ഇതാ അവസാനമായി 4-ാം ദിവസം യേശു വന്നതുപോലെ ഇന്ന് രാത്രി ചിലരുടെ ജീവിതത്തിനകത്തേക്ക്, ചിലരുടെ ഭവനത്തിനകത്തേക്ക്, ചില കുടുംബത്തിനകത്തേക്ക് എൻ്റെ യേശു വരുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേക ഈ മീറ്റിംഗിലേക്ക് എൻ്റെ കർത്താവിൻ്റെ കരം എന്ന് ചലിക്കുവാൻ പോകുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ പോകുകയാണ്. കർത്താവ് ആത്മാവിൽ ട്രബിൾഡാകുന്നു. കർത്താവ് ആത്മാവിൽ ഞരങ്ങുകയാണ്. കർത്താവ് വേദന കൊണ്ട് വിമ്മിട്ടപ്പെടുകയാണ്. ഒരു ദൂത് ദൈവാത്മാവ് പറയുന്നു, എൻ്റെ വേദന യേശു കാണുന്നില്ലയോ? എൻ്റെ ദുഃഖം യേശു കാണുന്നില്ലയോ? എൻ്റെ പരിഭവം യേശു കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും, നിങ്ങളുടെ വേദന കണ്ടുകൊണ്ട് യേശു ക്രിസ്തു വേദന കൊണ്ട് ഇതാ വിമ്മുകയാണ്. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ചിലരുടെ ജീവിതത്തിനകത്ത് ആ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവർ ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. ശബൂരി ഖനഗരഹസ്യാലിയാരിയ പ്രഭൂരഗരഗരഹസ്യാലിയാരിയ. നമ്മുടെ കർത്താവ് ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ കടന്നു പോകുമ്പോൾ, അവിടെ ഏറ്റവും കർത്താവ് കടന്നു പോകുമ്പോൾ ഇതാ ഗലീലയിലെ കാനാവിലെ കല്യാണ വീട് ഇതാ ആ വളരെയേറെ ഭാരമുള്ളതായൊരു ദിവസത്തിലേക്ക് വന്നെത്തി. ഇതാ വീഞ്ഞു തീർന്നു പോയി. യഹൂദനെ സംബന്ധിച്ചുകൊണ്ട് വീഞ്ഞു തീർന്നു പോയാൽ വളരെ പരിഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ യേശു ക്രിസ്തുവിനെയും തൻ്റെ ശിഷ്യന്മാരെയും അവിടെ ക്ഷണിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വീഞ്ഞ്, രുചികരമായൊരു വീഞ്ഞ് ഒരുക്കണമെങ്കിൽ അത് ഏറ്റവും മനോഹരമായി അത് പാനീയം മധുരം കലക്കി അതിനെ 3-1 ചൂടാക്കി അതിനെ ഉരുവാക്കിയെടുക്കണം. എത്രയോ ദിവസം പിടിച്ച്, എത്രയോ സമയം പിടിച്ച് ഒരു യഹൂദ കുടുംബത്തിനകത്ത് വിവാഹത്തിന് വേണ്ടി വീഞ്ഞൊരുക്കുകയാണ്. അവർ എത്രയോ നാളുകളായി അവർ പ്രതീക്ഷിച്ചുകൊണ്ട് ആ വീഞ്ഞൊരുക്കുകയാണ്. ആ വീഞ്ഞിനെ വിവാഹത്തിന്റെ തലേന്ന് മഹാപുരോഹിതൻ വന്ന് സർട്ടിഫൈ ചെയ്യുകയാണ്. ഈ
വീഞ്ഞ് ലഹരികളൊന്നുമില്ല, ഈ വീഞ്ഞ് രുചികരമാണെന്ന് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ അത് ആ കല്യാണ വീട്ടിൽ കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. ഈ കല്യാണം നടത്തുന്ന കുടുംബനാഥന് എത്രയോ പരിഭവമുണ്ട്, എത്രയോ വേദനയുണ്ട്, എത്രയോ ഭാരമുണ്ട്. എത്രയോ നാളുകളായി അദ്ദേഹം കാത്തിരുന്നതാണ് തൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിന്. പക്ഷേ അന്ന് ദിവസമായപ്പോൾ വീഞ്ഞ് തീർന്നുപോയി. സഡൻലി വീഞ്ഞ് തീർന്നുപോയി. അയ്യോ, ഇനി ഒരു വീഞ്ഞൊരുക്കുവാൻ എത്രയോ സമയം പിടിക്കും, എത്രയോ സമയം കൊണ്ടായിരിക്കണം ആ വീഞ്ഞിൻ്റെതായ ഒരുക്കം ഉണ്ടാക്കേണ്ടത്. അയ്യോ, ഇനി അത് മഹാപുരോഹിതൻ സർട്ടിഫിക്കറ്റ് ചെയ്യണമല്ലോ. ഇന്ന് രാത്രികാലം ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആ ഭവനത്തിനകത്തുള്ളത് കൊണ്ട്, ശ്രേഷ്ഠ മഹാപുരോഹിതൻ നിമിഷം നേരം കൊണ്ട് ആ കാര്യത്തെ കൈകാര്യം ചെയ്യുവാനിടയായി തീർന്നു. ശ്രേഷ്ഠ സൗഖ്യദായകൻ, ഓ ഹല്ലേലൂയ, വലിയ സൗഖ്യദായകൻ, ഓ കർത്താവ് നമ്മളെ ഹീൽ ചെയ്തത് നമ്മൾ കണ്ടുവല്ലോ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മഹാപുരോഹിതൻ ഇത് സാധാരണ മഹാപുരോഹിതനല്ല, ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആണ്. ആരെങ്കിലും ഭാരപ്പെടുകയാണെങ്കിൽ, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ഓർത്ത് ഭാരപ്പെടുകയാണെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനെ ഇന്ന് രാത്രിയെ ക്ഷണിച്ചോളാൻ പറയുകയാണ്. ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മുടെ ഭവനത്തിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ പ്രത്യേകത, അവൻ കുറവുകളെ പരിഹരിച്ചിട്ടേ പോകത്തുള്ളൂ. ഏത് കുറവായാലും അതിനകത്ത് പരിഹരിക്കുവാൻ അത് ഡിലേ ഇല്ല, അത് കാലം താമസിക്കേണ്ട, അത് വെയിറ്റ് ചെയ്യണ്ട. എൻ്റെ ഗുരുനാഥൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുകയാണ്, പച്ചവെള്ളത്തിന്റെ രുചി മാറുകയാണ്, പച്ചവെള്ളത്തിൻ്റെതായ ടേസ്റ്റ് മാറുകയാണ്, പച്ചവെള്ളത്തിൻ്റെതായ നിറം മാറുകയാണ്. പച്ചവെള്ളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് കർത്താവിൻ്റെ കരത്തിൽ കൊടുക്കുവാൻ എത്ര പേർ, കർത്താവേ ഞാനൊരു ബലഹീനനാണ്, കർത്താവേ ഞാനൊരു കുറവുള്ളവനാണ്, കർത്താവേ എനിക്കൊന്നിനും കഴിയുന്നില്ല, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, കർത്താവേ എനിക്ക് ആരാധിക്കുവാൻ കഴിയുന്നില്ല, കർത്താവേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഞാനൊരു ബലഹീനയാണ്, ഞാനൊരു ബലഹീനയാണെന്ന് ആരെങ്കിലും ഇന്ന് രാത്രികാലം പറയുന്നുവെങ്കിൽ അവരോട് കർത്താവ് പറയുകയാണ്, ബലഹീനതയാണ് എൻ്റെ കർത്താവിന് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇത് നോക്കൂ, ആ കല്യാണ വീട്ടിൽ എത്രയോ പാത്രങ്ങൾ അകത്തുള്ളപ്പോൾ, എത്രയോ മനോഹരമായ പാത്രങ്ങൾ അകത്തുള്ളപ്പോൾ, എത്രയോ വീഞ്ഞു കൊടുത്തുകൊണ്ട് സാക്ഷ്യം പറയാൻ കഴിയുന്ന പാത്രങ്ങൾ അകത്തുള്ളപ്പോൾ, എത്രയോ പാത്രങ്ങൾ അകത്തിരുന്ന് പറയുകയാണ്, ഞങ്ങൾ എത്രയോ വീഞ്ഞു കൊടുത്തതാണ്, ഞങ്ങൾ എത്രയോ വീഞ്ഞു പകർന്നതാണ്. പക്ഷേ പുറംപടൽ കിടന്ന കൽപാത്രത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇപ്പോൾ ഈ പാത്രമാണ് എനിക്ക് വേണ്ടത്. ഇതുവരെ ആർക്കും വേണ്ടാത്ത ചില പാത്രത്തിന്റെ മേൽ ദൈവത്തിൻ്റെതായ ശക്തി ഇറങ്ങി വരുമ്പോൾ, ദൈവത്തിൻ്റെതായ ചൈതന്യം ഇറങ്ങി വരുമ്പോൾ പ്രയോജനപ്പെടുന്ന ഒരു പാത്രമായി എൻ്റെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ കുടുംബത്തിലെ ഭാരത്തെ മുഴുവനും എൻ്റെ ദൈവം മാറ്റുകയാണ്. എൻ്റെ കർത്താവ് ആത്മാവിൽ ദുഃഖിതനായി കഴിഞ്ഞാൽ, എൻ്റെ കർത്താവ് ആത്മാവിൽ ചലിച്ചു തുടങ്ങിയാൽ, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. എൻ്റെ കർത്താവ് മാർത്തയും മറിയയും സ്നേഹിച്ചു. മാർത്ത പലതിനെ കുറിച്ച് വിചാരപ്പെട്ടു, പക്ഷെ മറിയ യേശുവിൻ്റെ കാൽക്കലിരുന്ന് ദൈവവചനം കേട്ടുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവവചന പ്രകാരം ജീവിതത്തെ മുൻപോട്ട് നയിച്ചതുകൊണ്ട് മറിയ കരയുന്നത് യേശു കണ്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, മാർത്തയെ പോലെ പലതിനെ കുറിച്ച് വിചാരപ്പെടുന്നവരല്ല, മാർത്തയെ കുറിച്ച് പലതിനെ കുറിച്ച് ആകുലപ്പെടുന്നവരല്ല. പക്ഷെ മറിയെ പോലെ ദൈവവചനത്തിൽ ഇരുന്നു കൊണ്ട്, തിരുവചനം എടുത്തുകൊണ്ട്, ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു. ഒരു പ്രതിസന്ധിയുടെ നടുവിൽ, ഒരു പ്രതികൂലത്തിന്റെ നടുവിൽ വിശുദ്ധ വേദപുസ്തകം തുറന്നു വെച്ചുകൊണ്ട് ചില വാക്തത്വങ്ങളെ മുറുകെ പിടിക്കുന്നവരെ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആ വാക്തത്വം നടക്കത്തില്ലെന്നല്ല, ഇന്ന് പകൽക്കാലം ആ വാക്തത്വത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുകയാണ്. മാർത്ത പലതിനെ കുറിച്ച് വിചാരപ്പെട്ടുവെങ്കിൽ, മാർത്ത നാളെ കുറിച്ച് വിചാരപ്പെട്ടുവെങ്കിൽ, മാർത്ത പലതിനെ കുറിച്ച് ഭാരപ്പെട്ടുവെങ്കിൽ, മറിയ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല അംശം തിരഞ്ഞെടുത്ത ചില മറിയെ പോലെ, ബഥാനിയയിലെ മറിയെ പോലെ ശ്രേഷ്ഠമായത് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ശ്രേഷ്ഠമായത് ദൈവത്തിന് വേണ്ടി പകരുവാൻ, ഹല്ലേലൂയ, 300 വെള്ളിക്കാശ് ഒരുക്കി വെച്ചുകൊണ്ട് സുഗന്ധ തൈലം ഒരുക്കി വെച്ചിരിക്കുന്ന മറിയെ പോലെ ചിലരെ ശ്രേഷ്ഠമായ ഒരുക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഈ ബഥാനിയയിലെ മറിയയാണ് ശ്രേഷ്ഠമായ ചിലത് കർത്താവിന് വേണ്ടി ഒരുക്കിയത്. ഇതാ ശിഷ്യന്മാർ പറയുകയാണ്, ഗുരു ഇത് 300 വെള്ളിക്കാശിനപ്പുറം കൊടുത്തുകൊണ്ട് ദരിദ്രർക്ക് കൊടുത്തൂടെ? കർത്താവ് പറയാണ്, ഇല്ല, അവളുമായിട്ടുള്ള എല്ലാ ബന്ധം, ഇതാ ഞാൻ കാൽവരിയിലേക്ക് പോകുവാൻ പോകുകയാണ്, ഞാൻ മരിക്കുവാൻ പോകുകയാണ്, ഞാൻ അടക്കപ്പെടുവാൻ പോകുകയാണ്. അടക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് ആർക്കും ഒരു സുഗന്ധ തൈലം, അപ്പൊ അതിനുശേഷം എൻ്റെ ശിഷ്യന്മാർക്കോ നിങ്ങൾക്കോ കഴിയത്തില്ല. പക്ഷെ ശ്രേഷ്ഠമായത് എനിക്ക് പകരുവാൻ ഇവൾക്ക്
നാൾക്ക് കഴിയും. അവൾ എനിക്ക് ശ്രേഷ്ഠമായത് എൻ്റെ അടക്കത്തിനായി ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ശ്രേഷ്ഠമായത് ഒരുക്കുവാൻ ദൈവ പൈതലേ നിങ്ങൾ തയ്യാറായാൽ ശ്രേഷ്ഠമായൊരു വിടുതൽ നമ്മുടെ ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത് ഇതുവരെയും ബഥാനിയെ കണ്ടിട്ടില്ലാത്തൊരു വിടുതൽ, ഇതുവരെ ബഥാനി ഇത് കണ്ടിട്ടില്ല, ഇതുവരെ ബഥാനി ഇത് അനുഭവിച്ചിട്ടില്ല, ഇതുവരെ ഇങ്ങനെയുള്ള ഒരു വിടുതൽ അനുഭവിച്ചിട്ടില്ല, ഇതുവരെ അടക്കപ്പെട്ട ഒരാൾ ഉയർച്ചെഴുന്നേറ്റിട്ടില്ല. ബഥാനിയുടെ സാക്ഷ്യമായി ഇന്നും ബഥാനിയിൽ ലാസറിന്റെ കല്ലറ നിൽക്കുന്നു എങ്കിൽ ഒരു സാക്ഷ്യമായി ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ കർത്തദാസിയോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, എനിക്കൊരു സാക്ഷ്യം പറയുവാൻ കഴിയുമോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നാളുകളായി കാലലി അടയ്ക്കപ്പെട്ടിരിക്കുന്നതായ ഒരു വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറുപടി തരുന്നതിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ആ കെട്ടുകളെ ഇന്ന് രാത്രികാലം അഴിച്ചു മാറ്റാം. ഹല്ലേലൂയ. ആ കല്ലുകളെ ഇന്ന് രാത്രി ഉരുട്ടി മാറ്റാം. ചില കല്ലുകൾ എടുത്തു വെച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകത്തില്ല എന്ന്, ഈ പ്രാർത്ഥന ഗ്രൂപ്പ് മുന്നോട്ട് പോകത്തില്ല എന്ന്, ഈ ഗൂഗിൾ മീറ്റ് മുന്നോട്ട് പോകത്തില്ല എന്ന്, ദൈവവചന ശുശ്രൂഷകൾ മുന്നോട്ട് പോകത്തില്ല എന്ന്, ദൈവജനം മുന്നോട്ട് പോകത്തില്ല എന്ന് വാദഗതിയിടുന്ന ചില കല്ലുകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ദൂതനിറങ്ങി ഉരുട്ടി മാറ്റുകയാണ്. ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്ന പകൽക്കാലമാണ്. യേശു ആത്മാവിൽ ദുഃഖിക്കുകയാണ്. ട്രബിൾഡ് സ്പിരിറ്റ്. രാത്രി നാളുകളായിട്ട് ദൈവമേ എന്റെ ജീവിതത്തിനകത്തൊരു മാറ്റമുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അത് മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടെങ്കിൽ നമുക്ക് ആ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ 14-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് ദൈവികമായ വാക്തത്വം കൊടുക്കുന്നു. വാക്തത്വത്തിന്റെ ഒരു അധ്യായമാണ് 14, 15, 16 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോടുള്ള ഇൻറ്റിമസി, തൻ്റെ ശിഷ്യന്മാരോടുള്ള സ്നേഹബന്ധം, തൻ്റെ ശിഷ്യന്മാരോടുള്ള അഗാധമായ ബന്ധം എൻ്റെ കർത്താവ് തുറന്നു കാണിക്കുകയാണ്. 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഞാൻ ആവർത്തിച്ച് വായിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും ചെയ്യും. അർത്ഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം. നോക്കൂ പ്രിയപ്പെട്ടവരെ, പുത്രൻ ഭൂമിയിലായിരിക്കുമ്പോൾ, പിതാവ് സ്വർഗത്തിലായിരിക്കുമ്പോൾ, പിതാവും പുത്രനുമായിട്ട് ഒരുമിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ ചില സെക്കൻഡുകൾ എടുക്കുമെങ്കിൽ പരിശുദ്ധാത്മാവും പിതാവും പുത്രനുമായി ഒരുമിച്ച് യൂണിറ്റ് ചെയ്യുവാൻ, പിതാവും പുത്രനുമായിട്ട് സ്വർഗത്തിലും ഭൂമിയിലും ഇരിക്കുന്ന പിതാവിനെയും പുത്രനെയും തമ്മിൽ യോജിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് ചില സെക്കൻഡുകൾ, ചില മിനിറ്റുകൾ വേണമെങ്കിൽ ഇന്ന് രാത്രികാലം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, പിതാവിൻ്റെ തൊട്ടു വലതു ഭാഗത്തിരിക്കുന്ന പുത്രൻ, പിതാവും പുത്രനും കൂടെ പരിശുദ്ധാത്മാവിൽ ഒന്നായിരിക്കുമ്പോൾ ഭൂമിയിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ വിഷയത്തെ പരിശുദ്ധാത്മാവ് ഉടനെ പുത്രന്റെ നാമത്തിലേക്ക് പിതാവിനോട് അടുക്കുകയും ക്ഷണത്തിൽ അത് വിടുതൽ സംഭവിക്കുന്ന അനുഭവത്തിലേക്ക് ഹോളി സ്പിരിറ്റ് പരിവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ ഇരിക്കുന്നത് കൊണ്ട് അതിലും വലിയത് ചെയ്യും. ഇപ്പോൾ പിതാവിന്റെ തൊട്ടടുത്ത് തന്നെ പുത്രൻ ഇരിപ്പുണ്ട്. പിതാവിന്റെ വലതുഭാഗത്ത് ദൈവിക മഹിമയിലിരിക്കുന്ന പുത്രൻ ഇത് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് പകർന്നു തന്നുകൊണ്ട് പറയുകയാണ്, വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ എത്ര പേർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിനകത്തേക്ക് ചില ദൈവിക പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് അയക്കുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നതായൊരു കാര്യം. പ്രിയപ്പെട്ടവരെ, പുത്രൻ ഇപ്പോൾ ഭൂമിയിലില്ല, പുത്രൻ ഇപ്പോൾ പിതാവിന്റെ വലതുഭാഗത്താണ് ഇരിക്കുന്നത്. പിതാവും പുത്രനും അടുത്തടുത്ത് തൊട്ടടുത്ത് സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ്
നമ്മുടെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട, നിങ്ങളുടെ ഹൃദയം ഭ്രമിച്ചു പോകണ്ട. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എന്റെ നാമത്തിൽ പിതാവ് അയക്കുവാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നെ കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇതാ ക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ പറയുകയാണ്, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഒരു ഉത്തമ സ്നേഹിതനായി, ഒരു ബെസ്റ്റ് ഫ്രണ്ടായി, ഒരു ബെസ്റ്റ് ഗൈഡറായി, ഒരു ബെസ്റ്റ് വക്കീലായി, ഒരു വക്താവായിട്ട്, ഒരു അഡ്വൈസറായിട്ട്, ഒരു എൻഡർസറായിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് യോഹന്നാൻ എഴുതി മുന്നോട്ട് പോവുകയാണ്. യോഹന്നാൻ സുവിശേഷം എഴുതി 13 അധ്യായം വരെയും പുത്രനെ കുറിച്ച് പറഞ്ഞിട്ട് 14, 15, 16 അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാരോക്ലീറ്റോസ് ആയ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. അതിന്റെ അർത്ഥം called to one side or called to help. Holy Spirit as an advocate, helper, counselor, comforter. ഇന്ന് രാത്രികാലം ഈ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അതിനർത്ഥം ഇങ്ങനെ പറയുന്നു, 14, 16, 17 കാര്യസ്ഥനെ കുറിച്ച് പറയുന്നത് കംഫർട്ടറാണ്, ആശ്വാസകനാണ്. അതിൻ്റെതായ വാക്യത്തിൽ പിന്നെയും പറയുന്നു കൗൺസിലറാണ്, ഉപദേഷ്ടാവാണ്. വീണ്ടും പറയുകയാണ് ഹെൽപ്പറാണ്, സഹായകനാണ്. വീണ്ടും പറയുന്ന ഇൻഡസ്ട്രറാണ്, മധ്യസ്ഥനാണ്. വീണ്ടും പറയുന്ന അഡ്വക്കറ്റാണ്. അഡ്വക്കറ്റ് എന്ന വാക്കിന് വക്താവെന്നാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും പറയുന്ന സ്ട്രെങ്തനറാണ്, ശക്തിപ്പെടുത്തുന്നവനാണ്. വീണ്ടും പറയാണ് പിന്തുണ നൽകുന്നവനാണ്, സ്റ്റാൻഡ് ബൈ ആണ്. ഇന്ന് രാത്രി ആ ആശ്വാസകൻ എൻ്റെ ജീവിതത്തിനകത്ത് ഫുള്ളി. നോക്കൂ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർ പ്രാപിക്കുവാനിടയായിത്തീർന്നു. കർത്താവ് അവരോട് പരിശുദ്ധാത്മാവിനെ ഊതിക്കൊടുത്തു. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. അത് സാന്നിധ്യം മാത്രമാണ്, അത് വീണ്ടും ജനനം മാത്രമാണ്. അവർക്കപ്പോൾ വീണ്ടും ജനനം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കർത്താവ് പറഞ്ഞു, ഹെവൻലി, ഞാൻ പോയിട്ട് പരിശുദ്ധ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പിൻ. ലൂക്കോസ് 24:49. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എനിക്ക് മാത്രം പോരാ, പരിശുദ്ധാത്മാവിന്റെ സ്നാനം വേണമെന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണമെന്നും എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. ഇന്നലകളിൽ എനിക്ക് സാന്നിധ്യമുണ്ടായിരുന്നു, ഇന്നലകളിൽ എനിക്ക് സ്പർശനമുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായൊരു ചൈതന്യം, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായൊരു ശക്തീകരണം എനിക്ക് വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം ആ പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണം ചിലരുടെ മേൽ വെളിപ്പെടുവാൻ പോവുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പിൻ. എന്നോട് കർത്താവ് പറയുന്നു, ചിലർ തൃപ്തിയാകുന്ന ഈ അനുഭവത്തിലേക്ക്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് തൃപ്തി പ്രാപിക്കുവാൻ കഴിയുന്നില്ല, ആരാധിച്ചിട്ടും തൃപ്തി പ്രാപിക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ചിലർ തൃപ്തിയാകുന്ന അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് അഡ്വൈസ് ചെയ്യുവാൻ, പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് സംസാരിക്കുവാൻ, പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് ഗൈഡ് ചെയ്യുവാൻ, പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് നടത്തുവാൻ, അപ്പോസ്തല പ്രവൃത്തികൾക്കകത്ത് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ചിലരുടെ മേൽ ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് നാവ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നു? ഇത് പരിശുദ്ധാത്മാവിന്റെ കാലം, ഇത് അന്ത്യകാലം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. ദാസിമാരുടെ മേലും ദാസന്മാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പാപം മറുഭാഗത്ത് പച്ചവെള്ളം പോലെ ലോകത്തെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകത്തെ ഭാരത്തിലേക്ക് കൊണ്ടുവിടുമ്പോൾ, ലോകത്തെ പാപത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ലോകത്തെ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് ഒരു കൂട്ടരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല, അവർ ഈ ലോകത്തുനിന്ന് മേലോകത്തേക്ക് പോകേണ്ടവരാണ്. പരിശുദ്ധാത്മാവ് ഈ ലോകത്ത് ഒരു കൂട്ടരെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അധർമ്മത്തിന്റെ വ്യാപ്തിയെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഒരു വിശുദ്ധ സമൂഹത്തെ ഒരുക്കി സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുവാൻ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് ഉയർത്തി നിൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന ഓരോരുത്തരും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് പോകുവാനുള്ള കാലം വരുന്നു. സമയം അസന്നമായി, അസ്വസ്ഥതകളെങ്ങും വ്യാപരിക്കുന്നു. കർത്താവിന്റെ വരവിനായി പരിശുദ്ധാത്മാവ് ചിലരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കും ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Praise the Lord. Praise the Lord. Thank you.